ചെറിയൊരു പണി കിട്ടി. ആംബുലൻസ് നമ്മുടെ വണ്ടിയിൽ ഇടിച്ചു, കണ്ടല്ല. ചെറിയ ഇതാണ്ട് ഇത്ര ഡെൻറ്റായി. ഞാൻ 1-2 വർക്ക്ഷോപ്പിൽ കാണിച്ചു ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഒരു 3500 രൂപ റേഞ്ചൊക്കെയാണ് പറയുന്നത്. ഫുള്ള് പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നവാസിനെ വിളിച്ചു. സാരഥിയുടെ സർവീസ് സെൻറ്ററിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് സാരഥി വരെ നിന്ന് പോവാണ്. നവാസ് കൂടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ മൈലക്കാട് ഒരു പുതിയ സർവീസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടോട്ട് പോവാണ്. അപ്പോൾ ഇത് മൈലക്കാട് എവിടെ സർവീസ് സെൻറ്റർ? ഇത് മൈലക്കാട് സിതാര ജംഗ്ഷൻ അല്ലേ? ഇത് തുടങ്ങിയതേ ഉള്ളൂ, കുറച്ച് നാളായുള്ളൂ അല്ലേ? എനിക്കിത് അറിയത്തില്ലായിരുന്നു, കണ്ടിട്ടില്ലേ? ഇവിടെ ആണല്ലേ സർവീസ് സെന്റർ. നമ്മളെ പുതിയ കാറിന്റെ യാർഡ്, പുതിയ കാറിന്റെ ഫിറ്റിംഗ്സ്. ഇവിടെ യാർഡ് ഉണ്ടല്ലേ? യാർഡുണ്ട്. പുതിയ കാറുകളെല്ലാം ഇവിടെയാണ്. ഓക്കെ. ഇവിടെ ഞാൻ പണ്ട് യാർഡ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ നേരത്തെ തന്നെ നമ്മളുടെ യാർഡ് ഉണ്ടായിരുന്നു. യാർഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ യാർഡിന്റെ കൂടെ ബാക്കിലേക്കാണ് നമ്മൾ സർവീസ് സെന്റർ ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ നമ്മുടെ വണ്ടി ബോഡി ഷോപ്പ് നമ്മുടെ ഈ കാർ എടുക്കുമ്പോ ഇവിടെ നമ്മുടെ യാർഡ് ഇവിടെ ആയിരുന്നു. അവിടെ വന്ന് നോക്കിയായിരുന്നു. കളറൊക്കെ സെലക്ട് ചെയ്യാനും എല്ലാ കളേഴ്സും എല്ലാം ഇവിടെ ഉണ്ട്. സർവീസ് സെന്ററിലേക്കാണ്. അതാണ് സർവീസ് സെന്റർ. ബോഡി ഷോപ്പും. മനീഷിനെ വിളിച്ചിട്ടുണ്ട്. മനീഷ് ഇപ്പം മനീഷ് നിൽപ്പുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് മനീഷ് അവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ മനീഷേ. നമസ്കാരം. ഇത് സംഭവം ഇതാണ്ടോ ഡെന്റ്? ഇതാണ്ടോ? ഓക്കെ സാറേ. ഇത് ഞാൻ പുറത്ത് കാണിച്ചായിരുന്നു. അപ്പോൾ അവിടെ റേറ്റ് കുറച്ചാ പറഞ്ഞത്. 3500 രൂപ. ഫുള്ള് പെയിന്റ് ചെയ്യേണ്ടി വരുമോ അതോ? ഫുള്ള് പെയിന്റ് ചെയ്യേണ്ടി വരും. ഇത് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ കളറിന്റെ വേൽ വൈറ്റ് ആണ് 3 കോട്ട് പെയിന്റ് വരുന്നത് കൊണ്ട് നമുക്ക് ടച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വൃത്തികേടാണ്. ഓക്കെ. നമുക്ക് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. റേറ്റ് ഒക്കെ സാറേ, നമുക്ക് റേറ്റ് വരുമ്പോൾ ഏകദേശം 4000 ടാക്സും വരുന്നുണ്ട്. 4000 ടാക്സ്. ടാക്സ് 19 വരൂല്ലേ? നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം സാറേ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇതിന്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാമല്ലോ? ഓക്കെ, എടുക്കാം. കുഴപ്പമില്ലല്ലോ. ഇതിലോട്ട് നവാസ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സർവീസ് സെന്ററും ഉണ്ട്, ബോഡി ഷോപ്പും ഉണ്ട്. സർവീസിന് 2 പേ ആണ്. സർവീസിന് 2 പേ ആണ്. 2 പേ ആണല്ലേ? നോർമൽ സർവീസ്. നമ്മുടെ ആ അയത്തിലുണ്ടായിരുന്നല്ലോ, പിന്നെ ഇങ്ങോട്ട് മാറ്റാൻ കാര്യമുണ്ടോ? നമുക്ക് വണ്ടികൾ കൂടുന്നതുകൊണ്ട് തിരക്ക് ആക്കിയതല്ലേ? സ്ഥല സൗകര്യം കൊണ്ടും നല്ല സ്പേസ് ഉണ്ട്. ഇത് മെയിൻ ആയിട്ട് ഇവിടെ പെയിന്റിങ്ങും പാച്ച് വർക്ക്, ഡെന്റിങ് എല്ലാം ഉണ്ട്. റിപ്പയറിംഗ് ബോഡി റിപ്പയറിംഗ് ഫുൾ. അതാണ് മെയിൻ കോൺസെൻട്രേഷൻ. മൊത്തം അടിപൊളി സെറ്റപ്പ് ആണല്ലോ. അതെ. നമ്മളെ പഴയ അവിടെ നിന്ന് ഇത്രയും സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. പഴയ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അതൊക്കെ നോർമൽ സാധനമായിരുന്നു. ഇതിപ്പോ കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാലും ഇപ്പൊ കസ്റ്റമർ ലോഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാലും വർക്ക് എന്താണ് നടക്കുന്നത് എല്ലാം ഫുൾ അറിയാൻ പറ്റും. കസ്റ്റമർ ലോഞ്ച് ഗ്ലാസ്, അത് ഓഫീസും കാര്യങ്ങളും. ഓഫീസും കാര്യങ്ങളും. ഇത് ഇവിടെ നമുക്ക് ഡെന്റിങ് സെക്ഷൻ ആണ്. ഇപ്പൊ നമുക്ക് കാറോലൻഡറാണ് റിപ്പയർ സിസ്റ്റം. മാക്സിമം അലൈൻമെന്റ് ചെയ്തെല്ലാം കേസൊക്കെ നല്ല ഡാമേജ് വരുന്നതെല്ലാം കറക്റ്റ് അലൈൻമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. എല്ലാം കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇത് ചെയ്സ് പ്രശ്നമായ വണ്ടിയാണല്ലേ? അതെ. ഓക്കെ. ഇത് വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇതിനകത്ത്? അതെ, ഇത് നമുക്ക് വെൽഡിങ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് പ്ലാസ്മ കട്ടറൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതെല്ലാം വെൽഡിംഗ് ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് പ്ലാസ്മ കട്ടറാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതാണ് പ്ലാസ്മ കട്ടർ. കാരണം നമ്മൾ ഗ്യാസ് കട്ടർ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഫ്ലെയിം വ്യാപിച്ചു കഴിഞ്ഞാൽ ആ മെറ്റലിന്റെ ക്വാളിറ്റി വളരെ കുറയും. ഇതാകുമ്പോൾ വളരെ മാരുതി എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അതേപോലെ പ്ലാസ്മ കട്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നാരോ ഇതായിട്ട് വരും, ഷാർപ്പായിട്ട് വരും. ഗ്യാസ് കട്ടർ ആകുമ്പോൾ കറക്റ്റ് ഇത്രയും ഷാർപ്പ് കിട്ടത്തില്ല. മെറ്റലിന് കൂടുതൽ ഡാമേജ് ഇതിങ്ങോട്ട് ബാധിച്ച. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതൊരു പ്രത്യേകത അല്ലേ? ഇതും ഇവിടെ എന്തൊക്കെ പരിപാടി? ഇവിടെ ഡെന്റിങ് സെക്ഷൻ ആണ്. ഡെന്റിങ് സെക്ഷൻ ആണ്. ചെറിയ പരിപാടികളൊക്കെ അല്ലേ? അതെ, ചെറിയ ഡെന്റിങ്ങുകളാണ്. ഇതിപ്പോ ഫ്രണ്ട് പാനൽ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് കട്ട് ചെയ്തതാണല്ലേ? ഇത് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് സംഭവം പ്ലാസ്മ കട്ടറിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഇത് കട്ട് ചെയ്തതാണല്ലേ? കട്ട് ചെയ്തതാണ്. പക്ഷെ അറിയാനില്ല കേട്ടോ. കട്ട് ചെയ്ത ഷാർപ്പായിട്ടിരിക്കുന്നു. ഇനി നമ്മൾ എന്താ വെൽഡിംഗ് എന്താ വെച്ച് ഉപയോഗിച്ചാൽ വെൽഡ് ചെയ്യുന്നത്? ഇവിടെ ഇനി നമുക്ക് വരുന്നത് സ്പോട്ട് വെൽഡിംഗ് ആണ് വരുന്നത്. സ്പോട്ട് വെൽഡിംഗ്, മിഗ് വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. ഇതാണ് ഈ സ്പോട്ട് എന്ന് പറയുന്നത്. അതെ, ഇങ്ങനെ സ്പോട്ടായിട്ട് വരുന്നത്. ഇത് നമ്മളിത്
ഇത് നമ്മൾ പഴയതിന്റെ കട്ട് ചെയ്ത് മാറ്റും. ഇത് പഴയ വെൽഡിങ്ങിന്റെ സ്പോട്ടാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇവിടെ ഗ്രൈൻഡ് ചെയ്തിട്ട് പുതിയ സ്പോട്ട് ചെയ്യുകയാണ്. സാധാരണ പണ്ടൊക്കെ നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. ഗ്യാസ് വെൽഡിംഗ് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതൽ നേരം വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്ലെയിം കൂടുതലായിട്ട് വ്യാപിക്കും. ഫുള്ളായിട്ട് വ്യാപിക്കാൻ മെറ്റലിന്റെ ക്വാളിറ്റിയും കുറയും. ഇതാകുമ്പോൾ നമുക്ക് 2 പഞ്ചിങ് സ്പോട്ടായിട്ട് തന്നെ മാരുതി ഇപ്പൊ നെക്സ കൊണ്ടുവന്നു, അരീന കൊണ്ടുവന്നു. അതുപോലെ സർവീസ് സെന്ററിലാണ് അടുത്ത പരിപാടികളെല്ലാം. അടുത്ത ഇതും അത് തന്നെ അല്ലേ? അതെ. പെയിന്റ് സെക്ഷനാണ്. ഇത് പെയിന്റിംഗ് ബൂത്ത് അല്ലേ? ഇത് പെയിന്റിംഗ് ബൂത്ത് ലെഫ്റ്റ് സൈഡ്. അതാണല്ലേ? അതാണ് പെയിന്റിംഗ് ബൂത്ത്. ഇത് നമ്മൾ പെയിന്റിങ്ങിന് മുമ്പ് ക്ലീൻ ചെയ്യാനുള്ള സ്ഥലമാണല്ലേ? പെയിന്റിംഗ് പുട്ടി വർക്കും അവിടെ എന്താ പരിപാടി? സർഫസ് പ്രിപ്പറേഷനും എല്ലാമാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൂടുതലും ഡ്രൈ സാൻഡിങ് ആണ് ചെയ്യുന്നത്. വെള്ളം ഉപയോഗിച്ചുള്ള പരിപാടിയില്ല. വെള്ളം ഉപയോഗിച്ചുള്ള പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ നനവ് വരുമ്പോഴത്തേക്ക് പെയിന്റിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കുമല്ലേ? പൊടി ഇതിനകത്ത് പ്രശ്നങ്ങളും വരത്തില്ല. സാധാരണ ഒരു പെയിന്റിംഗ് ഷോപ്പിൽ തന്നു കഴിഞ്ഞാൽ ഫുള്ള് പൊടിയായിരിക്കും. അതെ അതെ. ഇത് പെയിന്റ് ഈ സെയിം പെയിന്റിന് അടിക്കാനല്ലേ ഇതിനകത്തൊക്കെ? ഇത് ഫ്രഷ് പീസ് ആണോ അതോ? ഇല്ല, പഴയ പീസാണ്. ഇതെല്ലാം പഴയ പീസ് ചെയ്യും. പഴയ പീസ് നമ്മൾ ഈ പഴയ പെയിന്റ് ഫുള്ള് ട്രെയിൻ ചെയ്ത് കളയൂല്ലേ? ഡാമേജ് ഉള്ള സ്ഥലത്ത് ഫുള്ള് ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടാണ് ആദ്യം ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം അല്ലേ പിന്നെ അവർ പുട്ടിയിട്ട് ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് സാൻഡ് ചെയ്തെടുക്കും. അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ആണല്ലേ? അതെ അതെ അതെ. ഇനി അടുത്ത പെയിന്റിംഗ് ബൂത്ത് അല്ലേ? ഇതാണ് മെയിൻ സാധനം. ഇവിടുത്തെ മെയിൻ സാധനം പെയിന്റിംഗ് ബൂത്താണ്. ഇതെന്താ ഇങ്ങനെ അടച്ച് ഇത്രയും? സാധാരണ ഷീറ്റല്ലേ പെയിന്റിംഗ് ബൂത്ത് പഴയ നമ്മളൊക്കെ കാണുന്നത്? പഴയതല്ലേ ഇതാണ്. ഇത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനകത്ത് ഹീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അതായത് ലൈറ്റ്സ് ഇത് രണ്ട് പാനലാണ്. ഇത് ഫെൻഡറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പൊടിയൊന്നും കയറത്തില്ല. ഇതിനകത്ത് ഇത് പെയിന്റ് ചെയ്ത് ഇതിനകത്ത് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് വളരെ പൊടിയൊന്നും ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. അതെ അതെ, പൊടിയൊന്നും ഇല്ല. ഇതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് അല്ലേ? അതെ അതെ. സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ പെയിന്റ് ചെയ്തതിനു ശേഷം പൊടിയുള്ളത് നമ്മൾ റബ്ബ് ചെയ്ത് കളയുന്നത്, പോളിഷ് ചെയ്ത് കളയുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതാണ് ഹീറ്റർ എന്ന് പറഞ്ഞില്ലേ? അതെ അതെ. ഓക്കെ 3M ഇതാണല്ലേ? 3M പെയിന്റ് ഷീറ്റ്. അതിന്റെ ഇതാണ് കോട്ടി മെറ്റീരിയൽ ആണ്. ആ ഒരു ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം കുറച്ച് ബ്രാൻഡഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഈ ഒരു ഇങ്ങനെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി യഥാർത്ഥത്തിൽ പെയിന്റ് ചെയ്ത ഒരു ക്വാളിറ്റി കിട്ടുമോ? അതെ, ഉറപ്പായിട്ടും കിട്ടും. അത്രയും ക്വാളിറ്റി കിട്ടും. അതുപോലെ ഡ്യൂറബിലിറ്റിയിൽ പ്രശ്നം വല്ലതും ഉണ്ടോ? അതിന് പെയിന്റ് ഫെയ്ഡ് ആവുകയോ? ഇല്ല, അങ്ങനെയൊന്നും വരില്ല. നമ്മൾ ക്വാളിറ്റി പെയിന്റിങ് മെറ്റീരിയൽ എല്ലാം ക്വാളിറ്റി സാധനമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മാരുതി പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡാണോ? അതെ, മാരുതി പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡാണ്. 3Mന്റെ ബ്രാൻഡ് ആണ് എല്ലാം യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പുറത്തെ സൈഡൊക്കെ എന്തോ ഇനിയുള്ളത്? അവിടെയും പെയിന്റിങ് ഏരിയ അല്ലേ? അവർക്ക് ഇവരെ സർഫസ് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുട്ടി വർക്കും ചെയ്യുന്നതിനുള്ള. ഇത് പാർട്സ് അല്ലേ? സ്പെയർ പാർട്സ് നമ്മുടെ സർവീസിന് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സ്. അത് ഫുഡ് കഴിക്കാനുള്ള ഏരിയ അല്ലേ? ഫുഡ് കഴിക്കാനുള്ള ഏരിയയാണ്. ഇവിടെ കുറെ വണ്ടി കിടപ്പുണ്ടല്ലോ. അതെ അതെ അതെ. വണ്ടിയെല്ലാം അകത്താണ് ഇടുന്നത്, കൂടുതൽ പുറത്താണ്. എല്ലാം അകത്താണ് ഇടുന്നത്. അകത്താണ് ഇടുന്നില്ലേ? ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കല്ലേ? അതെ അതെ അതെ. ഇതെല്ലാം ചേസ്, 2 ചേസും കട്ട് ചെയ്ത് മാറിയതാണ്. ഇത് എവിടെ കട്ട് ചെയ്തിട്ട് എവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്? നമുക്ക് ഈ പോർഷൻ ഇത്രയും വെച്ച് കട്ട് ചെയ്തതാണ്. ഇത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തതാണ്. പേസ്റ്റ് ചെയ്തതാണ്. ഇതെല്ലാം നമ്മൾ കമ്പനി പേസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഈ പേസ്റ്റിംഗ് എന്താണ് ചെയ്യുന്നത്? ഈ പേസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ജോയിന്റ് വരുന്ന പോർഷനാണ്. അവിടെ വെള്ളം ഇറങ്ങി തുരുമ്പ് ചെയ്യുന്നത്. ഇതെല്ലാം പെയിന്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെച്ചേക്കും. അതെ അതെ അതെ. ഇതെല്ലാം ജോയിന്റ് വരുന്ന പൊസിഷനിലാണ് ഈ പേസ്റ്റിംഗ് വരുന്നത്. ഓക്കെ. ഇത് നമ്മൾ വെൽഡ് ചെയ്തേക്കുന്ന അതൊന്നും അറിയാൻ പറ്റില്ല. ഈ സ്പോട്ട് അറിയാൻ പറ്റും നമുക്ക്. സ്പോട്ട് ഈ സ്പോട്ട് മാത്രമേ അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അതായത് പഴയ പീസിനും അതുപോലെ തന്നെയാണ്. അതെ അതെ. പഴയ സ്ഥലത്തും അതുപോലെ തന്നെ വരുന്നു, പുതിയ സ്ഥലത്തും അതുപോലെ തന്നെ വരുന്നു. ഇതാണ് പുതിയതില്ലേ? രണ്ടും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഒരു നമ്മുടെ ഒരു എന്താണ് കട്ടിയുള്ള എന്താ പറയുക, പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കവർ ചെയ്തേക്കാണ് കേട്ടോ. പൊടിയൊന്നും വലുതായിട്ടില്ല. പിന്നെ അതുപോലെ റൂഫൊക്കെ ഒരു അലുമിനിയം ഫോയിലൊക്കെ വെച്ച് സീൽ ചെയ്തേക്കാണ് കേട്ടോ.
ഇതൊക്കെ സർവീസ് കഴിഞ്ഞ് ഡെലിവറി ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഡെലിവറി കിട്ടേക്കാറല്ലേ? സാധാരണ ആരും കാണുന്നുണ്ടോ എവിടെയെങ്കിലും സർവീസ് കഴിഞ്ഞ കാറ്? ഇല്ല, അകത്തിടുന്നത് കണ്ടിട്ടില്ല, പുറത്തായിട്ട് കാണാറുള്ളത്. ഓക്കെ, അത് നമ്മുടെ അലൈൻമെന്റ് ഒക്കെ ചെയ്യാനുള്ള വീൽ അലൈൻമെന്റ് ഇവിടെ. അതല്ലേ, അലൈൻമെന്റ് ഇവിടെ ആണല്ലേ? ഓ, പ്രൈമറി ഇൻസ്പെക്ഷൻ. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പുറത്തോട്ട് പോകുന്നത്. ലിഫ്റ്റ് ചെയ്ത് കസ്റ്റമർ നിൽക്കുമ്പോൾ തന്നെ വണ്ടി അണ്ടർ ബോഡി എല്ലാം ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷമാണ് വണ്ടി അടുത്ത വർക്കിന് നമ്മളൊരു പ്രൈമറി ഇങ്ങനെ ഈ രീതിയിൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. വണ്ടി വരുമ്പോൾ നമ്മളൊരു ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കും. അതിനകത്ത് അരിയിൽ വല്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അപ്പോൾ അത് അതിനു വേണ്ടി മാത്രമുള്ള ഇത് ലിഫ്റ്റ് ചെയ്ത് ചെയ്യാല്ലേ, അടിയിലെ കാര്യമെല്ലാം നോക്കാല്ലേ. ജോബ് കാർഡ് ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഇത് അഴുക്കൊന്നതായിരിക്കാം അല്ലേ സീറ്റിന്റെ? സീറ്റ് അഴുക്ക് മാത്രമല്ല, ഹൈജീനിക്കിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണല്ലേ? ഓക്കെ. ആ, നമ്മുടെ വണ്ടിക്ക് എന്തായാലും വേണം, കാരണം ചില ഫാബ്രിക് സീറ്റാണ്, കുറച്ച് മോശമുള്ളൂ അത്. അരുൺ പ്രകാശ്. അതെ. സാറിന്റെ കോൺടാക്ട് നമ്പർ 9567. അതെ. ഈ നമ്പർ ഇപ്പം സാറിന്റെ ഒരു ഇത് വന്നു, ഒരു ടെക്സ്റ്റ് വന്നു തോന്നുന്നു കേട്ടോ. ഫുൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ വണ്ടി കയറ്റുന്നത്. എന്നുവെച്ചാൽ ഒരു സെക്യൂരിറ്റി പർപ്പസ് ആണ്. എന്തെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ ഉണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഈ ഫോട്ടോ സാറിന് തന്നെ എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യാം അല്ലേ? സാറിന്റെ ഫോണിലോട്ട് ഇപ്പോൾ ഒരു മെസ്സേജ് ആയിട്ട് വരുന്ന കൂട്ടത്തിൽ ഈ ഫോട്ടോയും കൂടെ കാണും. ഓക്കെ. ആ ലിങ്കിനകത്ത് കയറിയിട്ട് ചെക്ക് ചെയ്യാം അല്ലേ? ജോബ് കാർഡ്, നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കുകൾ, ഇതിന്റെ മുമ്പേ പ്രീവിയസ് വിസിറ്റിൽ സാർ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതിന്റെ എല്ലാം ഈ ജോബ് കാർഡിനകത്ത് തന്നെ കാണൂലേ? ഓക്കെ. ലാസ്റ്റ് സർവീസ് ചെയ്തതിന്റെ നമ്മുടെ ഇൻവെന്ററി മാർക്ക് ചെയ്തതെല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇനി എത്ര സർവീസോ വരുന്നത് അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കാണും. ഓക്കെ. ഒരു മെസ്സേജ് വന്നു തോന്നുന്നു, ഒരു വെബ് ലിങ്ക്. അതെ, മാരുതിയിൽ മെസ്സേജ് വന്നു കേട്ടോ. മാരുതി എന്നാണ് മെസ്സേജ് വരുന്നത് അല്ലേ? നമ്മുടെ ഇവിടെ നിന്നല്ല, നെക്സയുടെ ഏതാ വന്നേക്കുന്നത് കേട്ടോ. നെക്സ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ അപ്രൂവൽ. ഓക്കെ. നെക്സയിൽ നമ്മൾ ഈ അപ്രൂവൽ കൊടുത്താലല്ല വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് അപ്രൂവ് ചെയ്യണം നമ്മളല്ലേ? അപ്രൂവൽ ചെയ്യണം. ഇതിനകത്ത് നോക്കുമ്പോൾ സാറിന് ഫോട്ടോസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കാണാം. നമുക്ക് വ്യാഴാഴ്ച വൈകിട്ടല്ലേ? ഓക്കെ. താങ്ക് യു. ഓക്കെ. ഇനി അകത്ത് പരിപാടി ഉണ്ടല്ലേ? അപ്പോൾ വണ്ടി ജോബ് കാർഡും കാര്യങ്ങളൊക്കെ ഇട്ടു. എല്ലാവരും കഴിക്കാൻ പോയിക്കോ അല്ലേ? ലഞ്ചോറായി അല്ലേ? ഓക്കെ. ഇത് നമ്മുടെയാണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ പോവുകയാണ്. വ്യാഴാഴ്ച വൈകിട്ടാണ് നമുക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അന്ന് നമുക്ക് നമ്മുടെ വണ്ടി പെയിൻറ്റ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രമിക്കാം അതെടുക്കാൻ. അതുകൊണ്ടെങ്കിൽ അതുകൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി സർവീസിനല്ല പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തു. ഇനി നമ്മൾ ഇവിടുത്തെ യാർഡൊന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ നവാസിന് വളരെ നിർബന്ധം യാർഡ് എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കൂടെ യാർഡൊന്ന് കാണിക്കാം. അപ്പോൾ വണ്ടി കുറവാണ് നടക്കുന്നത് അല്ലേ? വണ്ടി കുറവല്ല, വണ്ടി ഇപ്പോൾ അവിടെ കുറവാണ്. കാരണം പ്രൊഡക്ഷൻ കൂടുതലാണ്. ബുക്കിംഗ് പ്രൊഡക്ഷൻ കുറവാണ്. പ്രൊഡക്ഷൻ കുറവെന്നല്ല, പ്രൊഡക്ഷന് ഇപ്പം നോർത്തിലൊക്കെ സപ്ലൈ ചെയ്യാനുള്ള വണ്ടികൾ ഏകദേശം ഒരു 1.5 ലക്ഷം യൂണിറ്റ് വണ്ടി, 2 ലക്ഷം വേണം. 1.5 ലക്ഷം യൂണിറ്റേ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എല്ലാവർക്കും കൂടി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചാണ്. പിന്നെ നമ്മളിപ്പം കഴിഞ്ഞ മന്തെല്ലാം നല്ല സെയിൽസ് ആയിരുന്നു. നല്ല പിന്നെ ഈ ദീപാവലിയൊക്കെ ആയിട്ട് കുറച്ച് നോർത്തിലേക്ക് പോയി ട്രക്കിന്റെ ഒക്കെ അവരൊക്കെ അവധിയൊക്കെ ഇല്ലായിരുന്നു. അങ്ങനെ ട്രക്ക് പെട്ട് കിടപ്പുണ്ടില്ല, ഒരെണ്ണം ഇപ്പോൾ ഉള്ളൂ. സാധാരണ ഇവിടെ ഒരു 3-4-5 ട്രക്ക് കിടക്കണ്ടേ അല്ലേ? നല്ല ഒരു വലിയ ട്രക്ക് കിടന്നിട്ട് അറിയാൻ പോലും. അതാ ഇതുപോലെ ഭയങ്കര വലിയ ആടാണ് കേട്ടോ. ഇവിടെ കണ്ടമാനം വണ്ടി കിടക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങള് നമുക്കിപ്പം കാണാൻ കഴിയില്ല. ഞാൻ കഴിച്ചോട്ടെ, ഇവിടെ വന്ന് നമുക്ക് വണ്ടി സെലക്ട് ചെയ്യാൻ പറ്റുമോ? വണ്ടി സെലക്ട് ചെയ്യാം. എല്ലാം നമുക്ക് കളറെല്ലാം ഇവിടെ കിടക്കാം. നമുക്ക് ആവശ്യമുള്ള കളർ വണ്ടി അലോട്ടായ വണ്ടി നമുക്ക് 3 ദിവസം നമുക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കും. നിങ്ങളുടെ നമ്മളൊരു പുതിയ കാർ ഇങ്ങനെ സാധാരണ യാർഡുകളിലൊന്നും ഇങ്ങനൊന്നും കാർ പാർക്ക് ചെയ്തില്ല. ഏതെങ്കിലും കാട് പിടിച്ച് ഏരിയൊക്കെ ഇറങ്ങി. ഇത് നല്ല വൃത്തിയായിട്ട് നടക്കുന്നത് കേട്ടോ. സിമെന്റ് കോൺക്രീറ്റ് ചെയ്ത തറയാണ്. അവിടെ അത്രയൊന്നും പോകാൻ പറ്റില്ല, ആരും പോലെ എല്ലാം പറയരുത്. ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്താണ് കാർ കിടക്കുന്നത്. അപ്പോൾ അത്രത്തോളം സേഫ്റ്റിയോടുകൂടിയാണ് നമ്മുടെ കാർ കിടക്കുന്നത്. ഇത് പെട്ടെന്ന് പോകുന്ന കാർ. ആ ട്രെയിലർ എല്ലാവർക്കും എൻ്റെ നീളം, നോർമലി നീളം അറിയാമല്ലോ. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ നീളം കണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കാറുകൾ പാർക്ക് ചെയ്യണം. അപ്പോൾ കൂടുതൽ സമയം ഇവിടെ കിടക്കേണ്ട കാറുകൾ ഇതിനകത്തേക്ക് പെട്ടെന്ന് ഡെലിവറി പോകേണ്ട കാറുകൾ അവിടെ നിന്ന് ഡെലിവറി പോകുക. വമ്പ സെറ്റപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മാരുതിയും സാരഥിയും വിചാരിച്ച പോലല്ല, ആളൊക്കെ മാറി. ഇതിന്റെ പഴയതല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരുപാട് കാലത്തിനനുസരിച്ച് മാറി, കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. അതുപോലെ
സാരഥിയും മാരുതിയും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് അവർക്ക് ഉപഭോക്താക്കൾക്ക് അനുസരിച്ച് മാറേണ്ടത്. കൺസ്യൂമർ ഓറിയന്റഡ് മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഉപഭോക്താക്കൾക്ക് എന്താണ് വേണ്ടത് അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മാറി. പിന്നെ അതുപോലെ നമ്മൾ പണ്ടൊക്കെ ഒരു ലക്ഷറി വാഹനങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള എന്താണ് ഒരു കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു മാരുതിയുടെ ഒരു ബേസ് ലെവൽ വാഹനത്തിൽ തന്നെ പ്രത്യേകിച്ച് നെക്സ സെഗ്മെന്റിലും ഒരു രക്ഷയില്ലാത്ത സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ പ്രോംപ്റ്റാണ്, മറുപടി പ്രോംപ്റ്റാണ്, കറക്റ്റായിട്ട് റിപ്ലൈ തന്നിരിക്കും. നമ്മളൊരു മെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഷാർപ്പായിരിക്കും റിപ്ലൈ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അവിടെ നിന്നെടുത്ത കാറുകളെല്ലാം ഫിറ്റ് ചെയ്ത് നേരെ ഡെലിവറിക്ക് പോകാനായിട്ടിരിക്കും. ഇത് പുതിയ വണ്ടികളല്ല, പുതിയ കാറുകളാണ് കിടക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഇത് ഡെലിവറിക്ക് പോകാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാറിൻ്റെ എടുത്ത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ആക്സസറീസ് PDA ചെക്കപ്പിലൂടെ ആക്സസറീസ് ഇവിടെയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആദ്യം വണ്ടി കൊണ്ടുവരുന്നത്. ഇറങ്ങിയ കാറുകൾ നേരെ നമ്മളിവിടെ ഫിറ്റ്മെൻറ്റിന് കൊണ്ടുവരും. കസ്റ്റമർ ആവശ്യപ്പെട്ട ആക്സസറീസ് ഇവിടുന്നുണ്ട് ഈ കാറിലൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഫിറ്റ് ചെയ്തു, ഡോർ വൈസർ, സൈഡ് ബീഡിയും ഫിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. റിവേഴ്സ് പാർക്കിംഗ്, ഇതിനകത്തെല്ലാം മാരുതിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ജെന്യുവിനായിട്ടുള്ള ആക്സസറീസ് ഇവിടെ അങ്ങ് ഫിറ്റ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ വേറെ ആക്സസറീസ് ഇതിവിടെ നമ്മൾ ബാക്കി PDA ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഈ ഷോറൂമിൽ ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ കസ്റ്റമർ കൈകളിലേക്കാണ് എത്തിക്കുന്നത്. ഓരോ വേയും ഓരോ സെക്ഷൻ കഴിഞ്ഞ് ഫൈനലി ഫിറ്റിങ്സിന് എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞ് ഇവിടെ കാർ അവിടെ എത്തും. അവിടെ നിന്ന് ശേഷം ഇവിടെ നേരെ ഈ ഗേറ്റ് വഴി അപ്പുറത്തോട്ട് കഴുകുന്ന നേരെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് ഓടി നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ നമ്മളെ ഷോറൂം ഷോറൂമിൽ കൊണ്ടുവരുന്നു. അവിടുന്ന് കസ്റ്റമർ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ്. വണ്ടി പെയിൻറ് ചെയ്യാൻ കഴിഞ്ഞ് കിടപ്പുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു. വണ്ടി അടിപൊളിയായി ഗൈസ്. അപ്പോൾ വണ്ടി കൊണ്ടുവന്നു. നമുക്ക് ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വണ്ടി കൊണ്ടുവന്നതാണ്. ഈ ബോണറ്റ് പെയിൻറ് ചെയ്തിരുന്നു. വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഫിനിഷിങ് നല്ല ഫിനിഷിംഗ് ഉണ്ട്. ആ ഡെൻറ്റും കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. നല്ലപോലെ ഒരു പക്കാ ലൈനായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ വണ്ടി സെറ്റായി. മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫുള്ള്. നമുക്ക് അകത്തോട്ട് പോയിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഗേറ്റ് പാസ് അങ്ങോട്ട് വരണോ? അപ്പം ഗൈസ് നമ്മുടെ ബില്ലും കാര്യങ്ങളും കണ്ടല്ലോ. ഏകദേശം 3961 രൂപയാണ് ആയത്. ഇത് ഗേറ്റ് പാസ് ആണ്. ഇതൊരു ഫീഡ്ബാക്ക് ഫോം ആയിരുന്നു. പിന്നെ നമ്മൾ കൊടുത്തതിൻ്റെ ബാലൻസ് പൈസ. ഓവറോൾ പെയിൻറ്റിങ് ക്വാളിറ്റി വളരെ നല്ലതാണെന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ മെയിനായിട്ട് നമ്മളൊരു പുറത്ത് പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റിൻ്റെ പുറത്ത് ചെറിയ ഡസ്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും കാണാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തു, നല്ലപോലെ പോളിഷ് ചെയ്തു. നമ്മൾ പെയിൻറ്റ് ചെയ്യാത്ത സ്ഥലത്തും ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് ആ ഒരു ചെറിയൊരു പഴയ പെയിൻറ്റ് ചെറിയ എല്ലാം ഷെയ്ഡ് കയറിയിട്ടുണ്ട്. ആ ഷെയ്ഡൊക്കെ ഒന്ന് ചെറുതായിട്ട് റിമൂവ് ചെയ്ത് തന്നു. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. പിന്നെ പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഒരാൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരാൾക്കൊരു എക്സ്പീരിയൻസ്, അടുത്താൾക്ക് മറ്റൊരു എക്സ്പീരിയൻസ്, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ നല്ല കോർഡിനേഷൻ, നല്ല സാറ്റിസ്ഫാക്ടറി എൻവയോൺമെൻ്റ് ആയിരുന്നു. പിന്നെ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു. അതൊക്കെ കൊള്ളാം. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും പ്രതീക്ഷയില്ല. ഒരു നല്ല പ്രൊഫഷണലിസം വന്നിട്ടുണ്ട് സ്റ്റാഫുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം. അത് ഓവറോൾ നല്ലതാണ്. അത് അങ്ങനെ വേണം. അപ്പോൾ ചെറിയൊരു മാരുതി എന്ന് പറഞ്ഞ ഒരു ഫെയിമിൽ നിന്ന് ഇത്രയൊരു പ്രൊഫഷണലിസം പലരും പ്രതീക്ഷിക്കാറില്ല. പക്ഷേ വളരെ നല്ല റെസ്പോൺസാണ് സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പം എന്താണ് വളരെ കൊള്ളാം. ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുമായിട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് സാരഥിയിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് അവിടുത്തെ നമ്പറും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ മാത്രമല്ല, നമ്മൾ സാരഥിയുടെ കുറേ വീഡിയോ ചെയ്തിരുന്നു, അതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ കോൺടാക്ട്സും കാര്യങ്ങളും കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കണ്ടു കാണാം. ഓക്കെ, ബൈ.